സിനിമ റിലീസ് ചെയ്തതിന് തൊട്ടടുത്ത ഷോ കഴിഞ്ഞതിന് ശേഷം വളരെ ആസൂത്രിതമായി കേരള സമൂഹത്തിൻ്റെ സമാധാനം, ഐക്യവും സാമുദായിക മൈത്രിയും തകർക്കുന്ന തരത്തിലുള്ള വളരെ ആസൂത്രിതമായ ഒരു പ്രചരണമാണ്. മോഹൻലാലിൻ്റെ ചിത്രം വെച്ചായിരുന്നു. മോഹൻലാലിൻ്റെ ചിത്രം വെച്ചിരുന്നു, പൃഥ്വിരാജിൻ്റെ ചിത്രം വെച്ചിരുന്നു, അതുപോലെ തന്നെ ശ്രീ ഗോകുലൻ്റെ ചിത്രം വെച്ചിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പടം വെച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായി കേരള സമൂഹത്തിലൊരു ഹിന്ദു മുസ്ലിം സ്പർദ്ധ വളർത്തുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കമുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ സിനിമയെ തകർക്കുക എന്നുള്ളത് മാത്രമല്ലായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ളവരുടെ ഉദ്ദേശം. കേരളത്തിൽ ഒരു സാമുദായിക സ്പർദ്ധയുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു ചൂണ്ടിക്കാണിയാണോ DGPക്ക് പരാതി കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 196 പ്രകാരം 3 വർഷവും 5 വർഷവും വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്ത 3-4 പ്രൊഫൈലുകളുടെ പേരടക്കം അത് ഏതൊക്കെ പ്രൊഫൈലാണെന്ന് പറയാം? അത് കാവിപ്പട നായിക, അനന്തപുരിയുടെ ആവേശം എന്ന് തുടങ്ങിയ ഒരു 5-6ഓളം പ്രൊഫൈലുകളുടെ പേര് കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. DGPയുടെ സ്ക്രീൻഷോട്ടുകളടക്കമാണ് ഈ മോഹൻലാലിൻ്റെ കേണൽ പദവി തിരിച്ചടക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ രാജ്യദ്രോഹിയെ ഇനിയും കേണൽ പദവിയിൽ തുടരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് മോഹൻലാലിൻ്റെ അടക്കം ഫോട്ടോ ഇട്ടുകൊണ്ടാണ് അവർ ഇത്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ DGPയുടെ മറുപടി എന്താണ് ഇന്നലെ രാത്രി വന്നിരിക്കുന്നത്? അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനാണ് ഹൈടെക് സെല്ലിന് പരാതി കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് DGPയുടെ മറുപടി വന്നു. ഹൈടെക് സെല്ലിൽ നിന്നും എൻ്റെ മുഴുവൻ അഡ്രസ്സും ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള റിക്വസ്റ്റ് ഹൈടെക് സെല്ലിൽ നിന്നും ലഭിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി അതിനുള്ള മറുപടിയെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട്. അടിയന്തര നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. DGP ഞാൻ പരാതി ഇമെയിൽ ചെയ്ത് 20 മിനിറ്റിനുള്ളിൽ എനിക്ക് DGPയുടെ മറുപടി ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി ഹൈടെക് സെല്ലിന്, പോലീസ് ഹൈടെക് സെല്ലിലേക്ക് പരാതി അടിയന്തര നടപടിക്കായി കൈമാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിൻ്റെ ഹൈടെക് സെല്ലിൽ നിന്നും എനിക്ക് മെയിൽ ലഭിച്ചു. ഹൈടെക് സെല്ലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ പരാതിയിൽ ഇമെയിലായതിനാൽ ഞാൻ എൻ്റെ അഡ്രസ്സിൻ്റെ വിശദാംശങ്ങളൊന്നും നൽകിയിരുന്നില്ല. അപ്പം അഡ്രസ്സിൻ്റെ വിശദാംശങ്ങളെല്ലാം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഹൈടെക് സെല്ലിൽ നിന്നും മെയിൽ ലഭ്യമായത്. മോഹൻലാലിൻ്റെ കേണൽ പദവി രാജ്യദ്രോഹിയാണ്, കേണൽ പദവി എടുത്തു കളയണം. അതുപോലെ തന്നെ പൃഥ്വിരാജ്, ശ്രീ ഗോകുലൻ ഇവർക്കെതിരെയൊക്കെ വളരെ ആസൂത്രിതമായി ഒരു സാമുദായിക സ്പർദ്ധയുണ്ടാക്കി കേരളത്തിലൊരു കലാപം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ഇത്തരം പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാവിപ്പടയുടെ നായിക, അതുപോലെ കുറേ ഈ സുദർശനം തുടങ്ങിയ പേരുകളിലുള്ള ഫേസ്ബുക്ക് ID കൂടെയാണ് ഇവർ ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1, 2, 3, 4 അല്ല, വളരെ എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള പ്രൊഫൈലുകൾ കൂടെയാണ് ഇത്തരം പ്രചരണം നടത്തുന്നത്. ഇത് കേരളം പോലുള്ളൊരു സമൂഹത്തിൽ ഹിന്ദു മുസ്ലിം മതമൈത്രിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്നലെ DGPക്ക് പരാതി നൽകിയത്. ഒരു അവസാനം ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോൾ കൂടുതൽ പേജുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത് അന്വേഷണത്തിന് നിങ്ങൾ കൈമാറുമോ? തീർച്ചയായിട്ടും കൈമാറും. അതുമാത്രമല്ല, ഈ നിലവിൽ ഈ പ്രൊഫൈലുകൾക്കെതിരെ BNS ഭാരതീയ ന്യായ സംഹിത 196 പ്രകാരം കേസെടുക്കണം എന്നാവശ്യപ്പെട്ടതിനോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലയിലെയും പോലീസ് ചീഫുമാർക്ക് പുതിയ പ്രൊഫൈലുകളെ കണ്ടെത്തി ആ പ്രൊഫൈലുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതാത് പോലീസ് ചീഫുമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ഞാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.